കടകംപള്ളിക്കെതിരെ മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ പോലും ആ ആരോപണം ഇങ്ങനെ സമൂഹ മധ്യത്തിൽ എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. കേരളത്തിനകത്ത് എല്ലായിടത്തും CPM BJP ഒരു ധാരണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ തൃശ്ശൂരിൽ ഞങ്ങളത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ്. ആ ഡീല് തുടരുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിലും ആ ഡീല് തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടകംപള്ളി ആ ഡീലിൻ്റെ ഏറ്റവും താഴെ തലത്തിലുള്ള ആളാണ്. അതിൻ്റെ ഏറ്റവും മുകൾ തലത്തിലുള്ള ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം ഞങ്ങളുടെ യൂത്ത് പഞ്ചായത്ത് എന്ന കൺവെൻഷനിലൊക്കെ നടന്ന സമയത്ത് ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പകരം അത് യൂത്ത് കോൺഗ്രസിന് ഒരു പ്രാതിനിധ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല, ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. സംസ്ഥാനത്തിനകത്ത് ഏതാണ്ട് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ 21,000-ഓളം വരുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ നൽകാനുള്ള സാഹചര്യമുണ്ട്. അതിലെല്ലാ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ 50% സീറ്റ് യുവാക്കൾക്കായി മാറ്റിവെക്കണമെന്നുള്ളതാണ് അന്നത്തെ തീരുമാനം. 25% സീറ്റ് വനിതകൾക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ് തീരുമാനം. 50% സീറ്റ് എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. കേരളം പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അതിസാന്ദ്രതയുള്ളൊരു സംസ്ഥാനത്തിനകത്ത് അങ്ങനെ ചെറുപ്പക്കാർക്ക് മാത്രമായി സീറ്റ് നൽകണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെയും പട്ടിക പ്രത്യേകമായി സംസ്ഥാന APCCക്ക് കൈമാറുകയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലകളിലെ പരിഗണിക്കപ്പെടേണ്ട പേരുകളൊക്കെ DCCകൾക്കും കൈമാറുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ഈ ഘട്ടത്തിലുണ്ടായിട്ടില്ല. ഇപ്പോഴും അതിൽ കുറേയേറെ സീറ്റുകളിൽ തീരുമാനമാകാൻ ബാക്കിയുണ്ട്. ആ സീറ്റുകളിൽ അവരെ തന്നെ പരിഗണിക്കണമെന്നുള്ള കാര്യം ഞങ്ങളുടെ നേതൃത്വത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലും ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ കൺവെൻഷനിൽ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 10 വർഷക്കാലത്തിനപ്പുറത്തേക്കുള്ള പാർട്ടിയെ കാണണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ 30 വർഷം പുറകിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നുള്ളൊരു പരാതി യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി അത്തരമൊരു സമ്മർദ്ദം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പലയിടങ്ങളിലായിട്ട് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ പലയിടങ്ങളിലായിട്ട് ആ പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തോട് വളരെ ഗൗരവതരമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരത് ഇനിയുള്ള കാര്യങ്ങളുൾപ്പെടെ അത് പരിഹരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് റാങ്ക് ആൻഡ് ഫയലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമികമായ റാങ്ക് ആൻഡ് ഫയലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച കാര്യങ്ങളിൽ അവരുടെ സീറ്റുകളിലൊക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അവർക്ക് ആ സീറ്റുകളിൽ പരിഗണിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകണമെന്ന് ഒരു അഭിപ്രായം ഞങ്ങൾ AICCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടും KPCC പ്രസിഡന്റിനോടും അതോടൊപ്പമുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിൽ പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം അതിർത്തികൾക്കൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പറയുക എന്നുള്ളതാണ്. അത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും സാധിക്കില്ല. പക്ഷേ എങ്കിൽ കൂടി ചെറുപ്പക്കാരായ ആളുകളെ മത്സരിപ്പിക്കുന്നതാണ് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും നല്ല ജനവിധി നേടിയെടുക്കാൻ പാർട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. ചെറുപ്പക്കാരായ ആളുകൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ടൈറ്റ് സീറ്റിൽ പോലും ഒരു അനായാസമായി പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. KPCCയുടെ സർക്കുലറൊക്കെ ആ തരത്തിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ താഴെ തലത്തിലുള്ള കമ്മിറ്റികൾ പലതും അത്തരത്തിലൊരു പോസിറ്റീവായ സമീപനം ആ കാര്യങ്ങളോട് എടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെയും യുവജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. തിരുവനന്തപുരം പോലും അതിലൊരു ഉദാഹരണമാണ്. മേയർ ആര്യ രാജേന്ദ്രനെ ഉൾപ്പെടുത്തി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ പോലും വന്നു. പക്ഷേ അതിനുശേഷം 2025 എത്തുമ്പോൾ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് കണ്ടെത്താനും അല്ലെങ്കിൽ അത് അറിയാനും അത് മനസ്സിലാക്കാനും ഈ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അതിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ല, നേതൃത്വത്തിന് അത് കഴിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു അതിശക്തമായ ഒരു ജനവിരുദ്ധ വികാരത്തെ യുവാക്കളെ അണിനിരത്തിയാണ് അന്ന് ഇടതുപക്ഷ സർക്കാർ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതുപോലെ തന്നെ അതിശക്തമായൊരു ജനവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെ നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിയെ സംബന്ധിച്ചൊരു പോരായ്മയുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ KPCCയുടേതായാലും DCCകളുടേതായാലും നേതൃരംഗത്തിരിക്കുന്ന പലരും മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ തന്നെയാണ്. അവരെല്ലാം ഭൂതകാലം മറക്കുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.
യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കുറേ കൂടിയൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഏതാണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ തീരുമാനമെടുക്കുന്ന പദവിയിലുള്ള ആളുകളെ സംബന്ധിച്ച് അതുണ്ടാകണം എന്നുള്ള അഭിപ്രായത്തിലും എനിക്ക് തർക്കമൊന്നുമില്ല. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അതുണ്ടാകേണ്ടതാണ്. ഇവിടെ പിന്നെ ഇത്രയധികം സീറ്റുകളിൽ 21,000-ഓളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുടെ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിൻ്റെ എണ്ണവും കൂടി പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം പാർട്ടി നടത്തേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് സാധിക്കും. ഇപ്പോഴും അതിന് സമയം വൈകിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, പാർട്ടി നേതൃത്വം അത്തരത്തിലുള്ള നിർദ്ദേശം താഴെ തലത്തിലേക്ക് നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ താഴെ തലത്തിൽ നിന്ന് തീരുമാനപ്പെടുത്തപ്പെട്ടു വന്ന പല സീറ്റുകളിലും അത് പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 20 സീറ്റ് ഉണ്ടെങ്കിൽ 15 സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാനായിട്ട് യാതൊരു തടസ്സം ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് പരിഗണിക്കാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാരവാഹികളുള്ള ആളുകളെയൊക്കെ പരിഗണിക്കാമായിരുന്നു. അതിൽ ചില ഘട്ടങ്ങളിലൊക്കെ പോരായ്മ ഉണ്ടായിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സംഘടനാപരമായ ഒരു പ്രാതിനിധ്യമല്ല, അത് കേരളത്തിലെ യുവസമൂഹത്തിന് കൊടുക്കേണ്ട ഒരു പ്രാതിനിധ്യമാണ്. ആ പ്രാതിനിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ നയിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അതിശക്തമായൊരു വികാരം.